ചൈന അമേരിക്കൻ ട്രഷറി ബോണ്ടുകൾ വിറ്റു തുടങ്ങി. അതായത് അമേരിക്കൻ സർക്കാർ കടപ്പത്രങ്ങൾ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്നവയാണ്. എന്നാൽ ഇനി മുതൽ ചൈനയ്ക്ക് അത് സേഫേ അല്ല. 2025 ജൂലൈയിൽ ബീജിംഗ് റിസർവ് $730 ബില്യൺ ഇടിഞ്ഞു. 2009 ശേഷം കണ്ടിട്ടില്ലാത്ത ഏറ്റവും താഴ്ന്ന നിലയാണ് ഇത്. 2013 1.3 ട്രില്യണിൽ നിന്നും 45% ഇടിവ്. കാരണം US ഡോളർ ആയുധമാക്കുന്നു എന്ന ഭയം. റഷ്യയുടെ $300 ബില്യൺ ആസ്തി ഫ്രീസ് ചെയ്ത സംഭവം ചൈന കണ്ടു. തായ്വാൻ സംഘർഷം വന്നാൽ അമേരിക്ക ചൈനയുടെ ട്രഷറികളും പിടിച്ചെടുക്കുമെന്ന പേടി അവർക്കുണ്ട്. അതുകൊണ്ട് ചൈന സ്വർണം വാങ്ങുന്നു. യൂറോ, സ്വിസ് ഫ്രാങ്ക്, ബ്രിട്ടീഷ് പൗണ്ട് എല്ലാം കൂടി വൈവിധ്യം വരുത്തുന്നു. അമേരിക്കൻ ദേശീയ കടം 37 ട്രില്യൺ കടന്നു. ട്രഷറി ബോണ്ടുകൾ ആവശ്യക്കാർ കുറയുമ്പോൾ കടം വാങ്ങുന്ന ചെലവ് കുത്തനെ കൂടും. US ട്രഷറികൾ ഇനി സുരക്ഷിത ആസ്തിയല്ല. ഡോളറിന്റെ ആധിപത്യം തകരുന്നു.